അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നാസറാക്ക എന്ന് പറയുന്ന ഒരു കാരണോല് മൂപ്പര് നമുക്കൊക്കെ വേണ്ടപ്പെട്ടോലെ തന്നെ ഇട്ടില്ല. ആ കാരണോലുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹം ആദ്യം വീഡിയോ ചെയ്തു, രണ്ടാമത് വീഡിയോ വന്നപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പലരും പല സുന്നി പ്രവർത്തകരൊക്കെ വിശദീകരിച്ചതാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോക്കകത്ത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ ഒരു AP കാരനോ അല്ലെങ്കിൽ EK കാരനോ മുജാഹിദോ സലഫിയോ ഒന്നുമല്ല, അള്ളാന്റെ ആളാണ് എന്ന് മൂപ്പര് പറയുന്നുണ്ട്. വീഡിയോ ചെയ്യുന്ന ആളുകള് അദ്ദേഹം വഹാബി ആണ് എന്നും സലഫി പ്രവർത്തകനാണു എന്ന് പറയാനുള്ള കാരണം എന്താ? അദ്ദേഹത്തിന് മുജാഹിദുകളെ കേരളത്തിലെ സലഫിസ്റ്റുകളുടെ അല്ലെങ്കിൽ കേരളത്തിലെ മുജാഹിദുകളുടെ അതേ വാദമാണ്. ഇത് ആരോപിക്കുകയല്ല, വസ്തുതാപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ ക്ലിപ്പില് അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടില് മക്കാമൊക്കെ ഉണ്ടല്ലോ, മക്കാമിനൊന്നും പേടിക്കണ്ട എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊക്കെ അസുഖം വന്നാളൊക്കെ എന്ത് വേണം, മക്കാമുക്കാൻ പോയാ പോരേ എന്നുള്ളൊരു ചോദ്യമൊക്കെ നമ്മളെ നാസറാക്ക ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ വഹാബിയാണ്. ഈ വഹാബിന്റെ അർത്ഥം കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പാ ഞാൻ ചോദിച്ചറിഞ്ഞു എത്ര ഈ വഹാബി അറിഞ്ഞാലും. അപ്പം എന്നോട് പറഞ്ഞു മുജാഹിദിനെയാണ് ഈ വഹാബി എന്ന് പറയുന്നത്. അതുകൊണ്ട് മകാമ്, ദർഗ, മക്ബറ ഇതൊക്കെ ആരാധിക്കുക. എന്നിട്ട് അവിടെയൊക്കെ പോയി ഇപ്പം ഞാനൊരു വീഡിയോ കണ്ട്, പെരിന്തൽമണ്ണ അടുത്തോടെ ഒരു മകാമോ മക്ബറ എത്തുന്നുണ്ട്. അവിടെ ചെന്നാൽ രോഗങ്ങളൊക്കെ മാറുമല്ലോ. എന്നാൽ പിന്നെ ഇവിടെ ആശുപത്രി മരുന്നൊക്കെ വേണം. അവിടെ പോയാൽ പോരെ. മാണ്ട, ഞാൻ ഇപ്പോൾ ഒരു രോഗിയാണ്. ഈ വീഡിയോ വീക്ഷിക്കുന്ന ആരുണ്ടെങ്കിൽ ഞാൻ ആ മകാമുക്ക് മാറ്റി തരുമോ? എന്ത് വിഡിത്തങ്ങൾ ഈ പറയുന്നത്? നാസറാക്കാന്റെ അതേ വാദം സലഫി പ്രസ്ഥാനത്തിൽ നിന്ന് സലഫി പ്രസ്ഥാനത്തിന് ഖണ്ഡനങ്ങളും ലേഖനങ്ങളൊക്കെ എഴുതിയ ഒരു വലിയ സീനിയർ സക്കരിയ സലാഹിന്റെ ഒക്കെ ഉസ്താദുമായ അബ്ദുസലാം സുല്ലമി, അദ്ദേഹം ഹയാത്തിലില്ല, മരണപ്പെട്ടു പോയിക്കണു. അദ്ദേഹത്തിന്റെ ക്ലിപ്പും പാടെ നിങ്ങൾ ഒന്ന് ഇൻഷാ അല്ലാഹ് കേട്ടു നോക്കൂ. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെ നാസറാക്കാന്റെ വാദവും നമ്മുടെ നാട്ടിലെ സലഫികളുടെ വാദവും ഒരേ വാദമാണ്. അത് സംസം വെള്ളത്തിനെ കുറിച്ചിട്ടാണുള്ളത്. നമ്മുടെ എപ്പോഴും കേൾക്കുന്നതും എല്ലായ്പ്പോഴും നമ്മുടെ നമ്മുടെയൊക്കെ ജനിച്ച കുട്ടികൾക്ക് പലപ്പോഴും പല വിഷയത്തിനും നമ്മൾ സംസം വെള്ളം കൊടുക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ പ്രായമായ ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോ സംസം വെള്ളം കുടിക്കാറുണ്ട്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മുടെ ഉസ്താദുമാര് വിശദീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ മൗലവി സാറ് പറയുന്നത്, അബ്ദുസലാം സുല്ലമി പറയുന്നത്, അതെന്താ അങ്ങനെ ഇപ്പൊ സംസം വെള്ളം ഇപ്പൊ മക്കത്ത് നിന്നാണല്ലോ നമ്മൾ നാട്ടിക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ മക്കത്ത് സംസം വെള്ളം മക്കത്ത് ഇത്തരം രോഗമൊക്കെ ശിഫയാകുന്ന സംസം വെള്ളം ഉണ്ടെങ്കിൽ എന്തിനാണ് അവിടെ ഹോസ്പിറ്റല്? പ്രവാചകൻ ഈ സംസം വെള്ളം എല്ലാ രോഗത്തിലുള്ള ശമനാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി ആരാണ് എന്നാണ്. അള്ളാഹ് പറഞ്ഞ പ്രവാചകന് ഒരു മതവിഷയം പറയുകയാണെങ്കിൽ അള്ളാഹിന്റെ ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു പ്രവാചകനും ഒരിക്കലും അനുഭവജ്ഞാനത്തിന് വരെ എതിരായൊരു സംഗതി പ്രവാചകൻ പറയുമോ? ഒരിക്കലും പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഹദീസ് ഇമാം ദാറഖുത്നി ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്, മാവു സംസം ലിമാ ശുരിബ ലഹു. ഏത് രോഗം, ഇപ്പൊ ക്യാൻസർ ആവട്ടെ, അത് മാറണമെന്നാണ് വിചാരിച്ചിട്ട് ആ സംസാണ് കുടിച്ചാൽ സംസം മാറും. എയ്ഡ്സ് രോഗമാവട്ടെ, അത് അവിടെ മാറണമെന്ന് വിചാരിച്ചെങ്ങാണ്ട് സംസം കുടിച്ചാൽ മാറുന്നാണ്. എന്തിനും നമ്മൾ ഉദ്ദേശിച്ചാണ് കുടിച്ചാൽ അതിന് സിദ്ധി കിട്ടുമെന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ കുറിച്ച് ഗൾഫിലെ ഷെയ്ഖായ അൽബാനി വരെ പറഞ്ഞത് മൗലൂ എന്നാണ്. മൗലൂ എന്നാണ് മനുഷ്യ നിർമ്മിത ലൈഫിനേക്കാൾ കുറച്ച് ഗൗരവമാണ്. അത് ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി, ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ചതിക്കാൻ വേണ്ടി. കാരണം ഈ ഹദീസ് അങ്ങനെയാണ്, ഈ മുസ്ലിങ്ങൾ സ്നേഹിതന്മാരെ ചികിത്സ ചെയ്യാതെ ഈ വെള്ളം കുടിച്ചിട്ട് ഇരിക്കൂലേ, അങ്ങനെ മുസ്ലിങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു ജൂതന്, ഏതൊരു മനുഷ്യനെ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്, മൗലൂ ഹദീസാണെന്ന് അൽബാനി വരെ ഈ ഹദീസിനെ കുറിച്ച് വ്യക്തമായിട്ട് വിധി പറഞ്ഞിട്ടുണ്ട്. ആ ദുർബല ഹദീസ് ഇർവാ എന്ന അദ്ദേഹത്തിന്റെ കിതാബിലും അഹദീസ് ലൈഫ് എന്ന കിതാബിലെല്ലാം തന്നെ ആ ഹദീസ് ഒരിക്കലും നബി പറഞ്ഞതല്ല, മനുഷ്യ നിർമ്മിത എന്ന് പറഞ്ഞു.
ഇനി നിർമ്മിതമാണതിന് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ കുത്തുബി പറഞ്ഞ്, കാരണം പ്രവാചകന്റെ ജീവിതത്തിൽ ഒറ്റ സംഭവം വരെയല്ല സ്നേഹിതന്മാർ രോഗിക്ക് ഏതെങ്കിലും രോഗിക്ക് നബി സംസം കൊടുക്കാൻ പറഞ്ഞത്. നേരമായി ധാരാളം ഹദീസ് കാണാൻ നബി തേൻ കൊടുക്കാൻ പറഞ്ഞതും കരിഞ്ജീരകം കൊടുക്കാൻ പറഞ്ഞതും സുന്നാമാക്കി കഴിക്കാനും ഒക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രവാചകൻ ഞാൻ പറഞ്ഞ ജൂത ഡോക്ടർ വരെ ഉണ്ടായിരുന്നു. അപ്പൊ സംസം കൊണ്ടെല്ലാം മാറി. പിന്നെ മക്കത്തും മദീനത്തൊക്കെ എത്ര ആസ്പത്രി ഉണ്ട്. ഇനി പ്രത്യേകിച്ച് ഹറമിൽ വരെ എഴുതി വെച്ചത് കാണും, സംസം തണുത്ത സംസം കുടിക്കുന്നത് ഒഴിവാക്കുക. അത് കുടിച്ചിട്ട് ചിലർക്ക് പരിയൊക്കെ ഉണ്ട്. ഹറമിന്റെ പള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ചും കൊണ്ട് കുത്തിയിരിക്കും. കാരണം ഇതിങ്ങനെ തണുത്തത് കുടിച്ചിട്ട് ജലദോഷമൊക്കെ ഉണ്ടാകുകയാണ്. അപ്പൊ അവിടെ തന്നെ മക്കത്തും മദീനത്തൊന്നും ആസ്പത്രിയൊന്നും ആവശ്യമില്ലല്ലോ. ഇനി ഈ പറയുന്ന ആളുകൾ വരെ അലോപ്പതി ആസ്പത്രിയൊക്കെ നടത്തുന്നുണ്ട്, ഹോമിയോപ്പതി വരെ നടത്തുന്നുണ്ട്, അലോപ്പതി നടത്തുന്നുണ്ട്, ആയുർവേദിക് നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഹദീസ് സഹിയ എന്ന് പറഞ്ഞവര് അവരെങ്കിലും ഇത് പ്രായോഗികമാക്കണ്ടേ? അവരുടെ ഏതെങ്കിലും ആസ്പത്രിയിൽ സംസം വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ടോ? ഇന്ന് രോഗികൾ വരുമ്പോൾ ആ വെള്ളം കൊടുക്കുന്നുണ്ടോ? അപ്പൊ അതൊരു മനുഷ്യനിർമ്മിതമായ ഹദീസാണ്. അത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കെട്ടിണ്ടാക്കിയതാണ്. അത് പണ്ഡിതന്മാര് ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയതും. അത് മുജാഹിദിന്റെ വാദമാണ്. ഇതേ വാദമാണ് നമ്മുടെ പ്രിയപ്പെട്ട നാസറാക്കാക്കുള്ളത്. പക്ഷെ അദ്ദേഹം കാര്യങ്ങളൊക്കെ അത് പഠിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അത് അദ്ദേഹത്തെ പല ആളുകളും സലഫി എന്ന് വിളിച്ചതില് ആ വിളിച്ച ആളുകളെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. കാരണം അദ്ദേഹത്തിന്റെ വാദവും സലഫികളുടെ വാദവും ഒരേപോലെ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിന് അദ്ദേഹത്തിന്റെ നേരത്തെ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് നമ്മൾ കേട്ടതല്ലേ, സലാം സുല്ലമീൻ പറയുന്നത് അതല്ലേ. അപ്പൊ അത് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് വിലയിരുത്തുക. കൊന്നു തരുവോ? ഇനി ഒന്ന് കൊന്നു തരുവോ? കൊന്നു തരുവോ? ഇനി ഒന്ന് കൊന്നു തരുവോ?